ശ്രദ്ധയോടെ കേൾക്കുക. കാരണം നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്നതിൽ നിങ്ങൾ ഗൗരവമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരേയൊരു ഉപദേശം ഇതാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതം എത്രത്തോളം കാണിക്കുന്നുവോ അത്രത്തോളം മറ്റുള്ളവർക്ക് നിങ്ങളെ താഴെയിറക്കാൻ എളുപ്പമാണ്. ഇത് അടിസ്ഥാന മനുഷ്യ സ്വഭാവമാണ്. പ്രവർത്തിക്കുന്നതിൽ അപാരമായ ശക്തിയുണ്ട്. നിഴലുകളിൽ നിശബ്ദമായി നിങ്ങളുടെ അടുത്ത പതിപ്പിൽ ഏർപ്പെടുമ്പോൾ നിങ്ങളുടെ പരിവർത്തനം വളരെ ഞെട്ടിക്കുന്നതായിരിക്കും. നമുക്ക് ഈ പ്രതിഭാസം തകർക്കാം. 3 നിർണായക ഭാഗങ്ങളുണ്ട്. അപ്രത്യക്ഷമാകൽ, നിഴലിൽ പൊടിക്കുക, വീണ്ടും പ്രത്യക്ഷപ്പെടുക. നിങ്ങൾ ഏതെങ്കിലും ഭാഗം കുഴപ്പിച്ചാൽ, പ്രത്യേകിച്ച് അവസാനത്തേത്, നിങ്ങൾ ക്ഷേമിക്കും. അതിനാൽ നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യ പടി, വായ അടയ്ക്കുക. സംസാരം നിർത്തുക. നിങ്ങളുടെ വായാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. നിങ്ങളുടെ ജീവിതം രഹസ്യമായി സൂക്ഷിക്കുക. നിങ്ങളുടെ ചിന്തകൾ ആരുമായും പങ്കിടരുത്. നിങ്ങളുടെ കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ സഹപ്രവർത്തകരോ അല്ല നിങ്ങളുടെ വായ നിയന്ത്രിക്കുന്നത്. അടുത്ത ഘട്ടം, നിങ്ങളുടെ അഭിപ്രായം മാത്രം ശ്രദ്ധിക്കുക. ഫലപ്രദമായി അപ്രത്യക്ഷമാകാൻ നിങ്ങളുടെ മനസ്സ് പുനഃക്രമീകരിക്കണം. മറ്റുള്ളവർ എന്താണ് ചിന്തിക്കുന്നതെന്ന് ശ്രദ്ധിക്കുന്നത് നിർത്തുക. അവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല, അതിനാൽ അവർ ചെയ്യുന്നതായി കരുതുന്ന നിങ്ങളുടെ ഭാഗത്തെ നിങ്ങൾ കൊല്ലണം. നിങ്ങൾ ചെയ്തതിൽ നിങ്ങൾ സന്തുഷ്ടനാണോ? ആരുടെ അഭിപ്രായം മാത്രം പ്രധാനമാണ്? ഇത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ നിയന്ത്രണം നൽകും. 3-ാം ഘട്ടം, നിങ്ങളുടെ പദ്ധതികൾ മറയ്ക്കുക. വലിയ പദ്ധതികൾ ഉണ്ടോ? അവ സ്വയം സൂക്ഷിക്കുക. നിങ്ങളുടെ പദ്ധതികൾ പങ്കിടുന്നത് നിങ്ങളുടെ വിജയസാധ്യത കുറയ്ക്കുന്നു. നിങ്ങളുടെ വിജയനിരക്കിൽ നിന്ന് 1% ഒഴുകിപ്പോകുന്ന ഓരോ വാക്കും സങ്കൽപ്പിക്കുക. കൃത്യവും മനഃപൂർവ്വവും ആയിരിക്കുക. നിങ്ങൾക്ക് ഉപദേശം വേണമെങ്കിൽ ശരിയായ വ്യക്തിയോട് ഏറ്റവും കുറഞ്ഞ തുക മാത്രം വെളിപ്പെടുത്തുക. തുടർന്ന് വീണ്ടും അപ്രത്യക്ഷമാകും. 4-ാമത്തെ ഘട്ടം, നിങ്ങളുടെ പുരോഗതി മറച്ചുവെക്കുക. പുരോഗതി വരും, പക്ഷേ അത് പ്രകടിപ്പിക്കരുത്. നിങ്ങളുടെ പുതിയ ശരീരമോ സമ്പത്തോ കഴിവുകളോ കാണിക്കരുത്. നിങ്ങളുടെ യാത്രയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾ പരിവർത്തനം പൂർത്തിയാക്കിയാൽ മാത്രമേ അപ്രത്യക്ഷമാകൂ. നിങ്ങളുടെ പുരോഗതി വളരെ വേഗം പങ്കിടുന്നത് നിങ്ങളുടെ ശ്രമങ്ങൾക്ക് ഇന്ധനം പകരാൻ നിങ്ങളെ പാളം തെറ്റിക്കുക. 5-ാമത്തെ ഘട്ടം, നിങ്ങളുടെ പോരാട്ടങ്ങൾ മറയ്ക്കുക. നിഴലിൽ നിശബ്ദമായി പോകുന്നത് കഠിനമായിരിക്കും. നിങ്ങൾക്ക് ശാരീരിക വേദന, മാനസിക ക്ഷീണം, എണ്ണമറ്റ തിരിച്ചടികൾ എന്നിവ നേരിടേണ്ടി വരും. പരാതിപ്പെടാനോ ആശ്വാസം തേടാനോ ഉള്ളവരെ ചെറുക്കുക. നിങ്ങളുടെ പോരാട്ടങ്ങളെ ഒറ്റയ്ക്ക് നേരിടുക. ശൂന്യതയിലേക്ക് നിലവിളിക്കുക, നിഴലിൽ കരയുക. ഈ പ്രയാസങ്ങൾ നിങ്ങളുടെ ശക്തിയും സ്വഭാവവും വളർത്തിയെടുക്കട്ടെ. അത് നിങ്ങളെ പുതിയ ഉയരങ്ങളിലെത്തിക്കട്ടെ. പരിവർത്തനം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഘട്ടങ്ങൾ നിങ്ങളുടെ ദിവസങ്ങൾ സൂക്ഷ്മമായി ആസൂത്രണം ചെയ്യുകയും നിങ്ങളുടെ പരിവർത്തനത്തിൽ ലേസർ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക.